എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 5 സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 24/7 ഉണ്ട്, അല്ലാണ്ട് എല്ലാ ദിവസവും അവർ എപ്പിസോഡ്സ് ഇടുകയും ചെയ്യും. ഞാനടക്കം എൻ്റെ ഫ്രണ്ട്സിലൊരു ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാൻ. ബിക്കോസ് നമുക്കറിയണം എന്താണ് ആ വീടിനുള്ളിൽ നടക്കുന്നത്, ആരൊക്കെ ആയിട്ടാണ് പ്രശ്നങ്ങൾ, ആരൊക്കെ തമ്മിലാണ് ലവ് ട്രയാങ്കിൾ വരുന്നത്, ആരൊക്കെയാണ് ക്രഷ്, എല്ലാം അറിയാൻ നമ്മുടെ ജനങ്ങൾ മൊത്തം വളരെയധികം എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ബിഗ് ബോസിൻ്റെ ഒരു അനാലിസിസ് ഇട്ടാലോ എന്ന്. ഈ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. കാരണം ആദ്യമായിട്ട് എവിക്ഷൻ നടന്നത് ഈ ലാസ്റ്റ് വീക്കാണ്. ഫസ്റ്റ് 2 വീക്കും എവിക്ഷൻ നടന്നില്ല. കാരണം ഫസ്റ്റ് വീക്ക് ലാലേട്ടൻ പറഞ്ഞു എവിക്ഷൻ വേണ്ട എന്നുള്ളത്. സെക്കൻഡ് വീക്ക് എവിക്ഷൻ ആവുന്നതിന് മുമ്പേ തന്നെ ലാലേട്ടൻ ഇറങ്ങിപ്പോയായിരുന്നു ഒരു പ്രശ്നം കാരണം. തേർഡ് വീക്കായി ദിസ് വീക്കാണ് എവിക്ഷൻ നടന്നത്. അങ്ങനെ ഫൈനലി ആരാണ് എവിക്റ്റ് ആയെന്നുള്ളത് ഇപ്പം ഏകദേശം എല്ലാവർക്കും അറിയണ്ടാവും. ആ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റായ ഏഞ്ചലിനാണ് എവിക്റ്റ് ആയത്. ഏഞ്ചലിൻ ഐ വുഡ് സേ വാസ് ദ മോസ്റ്റ് ഒറിജിനൽ കാൻഡിഡേറ്റ്. ബിക്കോസ് പുള്ളിക്കാരുടെ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം പുള്ളിക്കാരി വളരെയധികം ജെന്യുവിൻ ആൻഡ് ഒറിജിനൽ ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ആഴ്ച 3 വീക്സാണ് ഏഞ്ചലിൻ അവിടെ ഉണ്ടായിരുന്നത്. 3 ആഴ്ച ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഏഞ്ചലിൻ വളരെ നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം ഏഞ്ചലിൻ എവിക്റ്റ് ആയത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത്, ഏഞ്ചലിന് ഒത്തിരിയധികം കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു ഗെയിം ആയിക്കോട്ടെ, എന്ത് രീതിയിലാണെങ്കിലും ഏഞ്ചലിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ടീമിൻ്റെ കൂടെ ഒരു ഗെയിം ആകുമ്പോൾ ടീമാണ് ഇരിക്കുമല്ലോ, ആ ടീമിൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏഞ്ചലിൻ ബുദ്ധിമുട്ടായിരുന്നു. രണ്ടാമത്, ഏഞ്ചലിൻ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നില്ല. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു തോന്നുന്നു, ഒരു പിങ്ക് കട്ടയും ബ്ലൂ കട്ടയും വെക്കണം എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ബസർ അടിക്കുന്ന സമയത്ത് കട്ടകൾ വന്നുകൊണ്ടിരിക്കും, അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നമ്മുടെ തന്നെ വീടുണ്ടാക്കണം, മതിലുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടാസ്കിൽ ഏഞ്ചലിന് കിട്ടിയത് പിങ്ക് കട്ടയാണെങ്കിലും ഏഞ്ചലിൻ കൊടുത്തുകൊണ്ടിരുന്ന മൊത്തം ബ്ലൂ കട്ടയാണ്. ദാറ്റ് ഇസ് ലൈക്ക് നമ്മുടെ ഒപ്പോണൻറ്റിനെ നമ്മൾ ഉയർത്താൻ നോക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഫീൽ ലൈക്ക് ഏഞ്ചലിൻ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നില്ല. ഏഞ്ചലിൻ്റെ ഇമോഷൻസ് എല്ലാമായിരുന്നു ഇട്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പല ഗെയിംസും ഏഞ്ചലിൻ തോറ്റുപോയിട്ടുണ്ടായിരുന്നു. തേർഡ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏഞ്ചലിൻ ഒത്തിരിയധികം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ്, അതുപോലെ തന്നെ മെഡിസിൻസ് എടുക്കുന്ന ആളാണ് എന്നെല്ലാം ഏഞ്ചലിൻ വന്നപ്പോൾ തന്നെ ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐ ഫെൽറ്റ് ലൈക്ക് മിക്ക സമയത്തും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തോ എന്നുള്ളതില്ലേ, കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അതൊരു എക്സ്ക്യൂസായി എടുക്കുന്നുണ്ടായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ നമുക്കൊരിക്കലും പുള്ളിക്കാരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒൺലി ഷീ നോസ് വാട്ട് ഷീ ഈസ് ഗോയിങ് ത്രൂ. പക്ഷേ ഐ ഫെൽറ്റ് ലൈക്ക് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഹൗസിൽ നമുക്കൊരു എക്സ്ക്യൂസും വെക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കൊരു എക്സ്ക്യൂസും വെക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ എക്സ്ക്യൂസ് നമുക്ക് വന്ന് ഒന്ന് താഴ്ന്നിരിക്കുമ്പോഴത്തേക്കും ബാക്കി നമ്മുടെ കൂടെ ആൾക്കാരെല്ലാം പൊങ്ങി വരികയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അറ്റൻറ്റീവ് ആയിരിക്കണം, എപ്പോഴും കോമ്പറ്റീറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കറിയാം ഏഞ്ചലിൻ്റെ ഒപ്പം ലൈക്ക് കട്ടയ്ക്ക് എവിക്ഷന് നിന്ന ഒരാളാണ് ലച്ചു എന്ന് പറയുന്നത്. ലച്ചുവിൻ്റെ ഒരു വളരെയധികം വെരി ക്ലോസ് കോളായിരുന്നു. ബിക്കോസ് ഒരു വോട്ടിനാണ് ഏഞ്ചലിനായിപ്പോയത്. കാരണം നമുക്കറിയാം ആ വീട്ടിൽ നിന്ന് വോട്ടുകളെല്ലാം വന്നപ്പം ലച്ചുവിന് 6 വോട്ടും ഏഞ്ചലിന് 5 വോട്ടുമാണ് കിട്ടിയത്. ആ ഒരു വോട്ടും അതുമാത്രമല്ല പ്രേക്ഷകരുടെ ഇതും വഴി ലച്ചു സേഫായി. പക്ഷേ ഐ ഫെൽറ്റ് ലൈക്ക് ലച്ചുയുടെ എൻ്റെ കഥ എന്ന് പറഞ്ഞ ആ ഒരു റൗണ്ടിന് ശേഷം ഒത്തിരിയധികം ലച്ചുവിന് ഹാർട്ട്സ് വിൻ ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം നമ്മൾ ആലോചിച്ചു പോകും, ഇത്രയധികം അനുഭവിച്ചൊരു കുട്ടിക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്ന് നമ്മൾ ആലോചിച്ചു. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഷീ ഹാസ് ടു വിൻ മോർ ഹാർട്ട്സ്. ബിക്കോസ് എൻ്റെ കഥ എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റ് കഴിഞ്ഞു, അത് നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ ഗെയിം ഇനിയും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ലച്ചുവിന് ആ ഒരു സിമ്പതി ത്രൂ ഔട്ട് കിട്ടണമെന്നില്ല. ആൻഡ് ഐ ഫീൽ ലൈക്ക് ലച്ചു ഹാസ് ടു ഗിവ് ഹർ മോർ, എന്താ പറയുക, 100% മോർ ടു വിൻ ഹാർട്ട്സ് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ലച്ചു ആയിരുന്നു ക്ലീനിങ്ങിൻ്റെ ക്യാപ്റ്റൻ. ഇപ്പോൾ റെനീഷയുടെ ക്യാപ്റ്റൻസിയുടെ സമയത്ത് ലച്ചുവും ജുനൈസും സാഗറുമായിട്ടൊരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം ലച്ചു ക്ലീനിങ്ങിന് വിളിക്കുന്ന സമയത്ത് സാഗർ പോകുന്നില്ല, ജുനൈസ് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരിയധികം പ്രശ്നം ഉണ്ടായിട്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ലച്ചു ചെയ്ത കാര്യം എനിക്കത്ര താല്പര്യം തോന്നിയില്ല. കാരണം ഫേസ് ചെയ്യുന്നതിന് പകരം ലച്ചു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ക്യാപ്റ്റൻസി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ക്യാപ്റ്റൻസി റിലിംഗ്വിഷ് ചെയ്തത് എനിക്കൊരു കഴിവുകേടായിട്ടാണ് ചെറുതായിട്ട് തോന്നിയത്. ബിക്കോസ് നമ്മളെ ഒരു ക്യാപ്റ്റനായി വെക്കുന്നത് തന്നെ നമ്മൾ ആ ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യാൻ, നമ്മൾ ആ ഗ്രൂപ്പ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പറ്റാണ്ട് വേറൊരു ക്യാപ്റ്റൻസി പോയി എടുത്തത് എനിക്കൊരു ചെറുതായിട്ടൊരു എന്താ പറയുക, ഒരു
കളിക്കാൻ പറ്റാത്തതുപോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ലച്ചുട്ടൊരു വേറൊരു ഡ്രോബാക്കാണ്, ഒരിക്കലും ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാറില്ല. പുള്ളിക്കാരിയുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് പുള്ളിക്കാരിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടായിരിക്കും അഡ്രസ്സ് ചെയ്യാണ്ടിരിക്കുന്നത്. പക്ഷേ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഈ വീട്ടിൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് അവരത്രയും പേരാണ് 100 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും 100 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒളിച്ചോട്ടം ഇല്ല ഇതിൽ നിന്ന്. എനിക്ക് തോന്നി ലച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വളരെ റിയൽ ആൻഡ് ഒറിജിനൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആവാനും ബാക്കി എല്ലാ ആൾക്കാരും ഒരു വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആവാനും എല്ലാ ചാൻസും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ടാസ്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഗെയിമായിരുന്നു. നമുക്ക് തന്നെ ആ വീക്ക്ലി ടാസ്ക് കേൾക്കുന്ന സമയത്ത് നമ്മളായിരിക്കും ഇത് എന്തൊക്കെയാണ് പറയുന്നത്, വ്യാപാരികൾ, ആധികാരികൾ, കൊള്ളക്കാർ, കള്ളന്മാരെന്നൊക്കെ പറഞ്ഞ് കുറേ അധികം പറയുന്നു. പക്ഷേ എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് അറിഞ്ഞ് കളിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വളരെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയൊരു ഗെയിം തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ഗെയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ്, ഒത്തിരി അധികം വഴക്കുകൾ, ഒത്തിരി അധികം പ്രശ്നങ്ങളെല്ലാം നിറഞ്ഞൊരു വീക്കായിരുന്നു കഴിഞ്ഞ വീക്ക് എന്ന് പറയുന്നത്. ഈ ഗെയിം കാരണം കൊണ്ട് തന്നെ ഈ ഗെയിം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെയാണ് ഇൻഡിവിജ്വലി പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്, ആരൊക്കെയാണ് ഇമോഷണലി പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ് ഫസ്റ്റ് ഡേ ശോഭ ഇമോഷണലി ആയിരുന്നു പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജുനൈസിന് ജെമ്മ് കൊടുത്തിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഗെയിം ഇസ് നോട്ട് അബൌട്ട് ട്രസ്റ്റ്. ഇവിടെ ട്രസ്റ്റ് അല്ല മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ ബിഗ് ബോസിൽ ആൾക്കാർ വരുന്നത് മറ്റേ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടല്ല. അവർ സ്വന്തം ഗെയിം കളിക്കുന്നു, സ്വന്തമായിട്ട് നേടുന്നു, സ്വന്തമായിട്ട് പോകുന്നു. അങ്ങനത്തെ ഒരു ലൈനാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശോഭ ഫസ്റ്റ് ദിവസം ഇമോഷണലി കളിച്ചപ്പോൾ ശോഭയ്ക്ക് ഒരു കോയിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സെക്കൻഡ് ഡേ പുള്ളിക്കാർക്ക് മനസ്സിലായി എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ ഇൻഡിവിജ്വലി കളിച്ചിട്ടാണ് ശോഭ ആ ടാസ്കിൻ്റെ വിന്നറായത്. ഷീ ഗോട്ട് അറൗണ്ട് 68 കോയിൻസ് ആൻഡ് സെക്കൻഡ് പൊസിഷനിൽ വന്നു നിന്നത് നാദിറയായിരുന്നു. ഐ എം നോട്ട് റോങ് 64 കോയിൻസ് ആണ് കിട്ടിയത്. ഇവർ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടാണ് അവസാനം ശോഭ ജയിച്ചത്. ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ചു. അങ്ങനെ ശോഭയാണ് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആയത്. അതുപോലെ തന്നെ ഈ വീക്ക്ലി ടാസ്കിലുണ്ടായ ഒരു വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു റിനോഷിന് ദേഷ്യം വന്നത്. മനുഷ്യന്മാരായ കുറച്ച് ദേഷ്യമൊക്കെ വരും. റിനോഷ് ഇത്രയും കാലം എന്ത് ഇഷ്യൂ വന്ന സമയത്ത് റിനോഷ് ഒരിക്കലും ടെമ്പർ പോവുക അല്ലെങ്കിൽ ദേഷ്യത്തിൽ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ എന്നാൽ അന്ന് റിനോഷിന് വളരെയധികം ദേഷ്യം വന്നു. അത് ദേഷ്യം വരാനുള്ള എല്ലാ റീസൺസും ഉണ്ട്. കാരണം പെട്ടെന്ന് വന്നിട്ട് നമ്മളെ അസോൾട്ട് ചെയ്യുന്ന പോലെ നിൽക്കുന്നു, നമ്മുടെ കോയിൻസ് എടുക്കാൻ പോകുന്നു. അത് ദ മെയിൻ പ്രോബ്ലം വാസ് ഈ സംഭവം അവർ തന്ന ആ ഒരു ഗെയിമിൻ്റെ റൂൾസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം എഴുതിയിട്ടില്ല. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ആധികാരികൾ അവരുടെ സ്വന്തം തന്നെ എടുത്തിട്ട് ഇടുന്നു. അല്ല, കൊള്ളക്കാരാണോ ആധികാരികളാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവരുടെ അടുത്ത് തന്നെ റിനോഷിൻ്റെ അടുത്ത് പോകുന്നു, രത്നങ്ങൾ എടുക്കാൻ നോക്കുന്നു, അങ്ങനത്തെ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ റിനോഷ് വളരെയധികം ദേഷ്യപ്പെട്ടു. അങ്ങനെ ഒത്തിരി അധികം ഇഷ്യൂസ് ആ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞു. മനീഷ തലകറങ്ങി വീണു, ഗോപിയയ്ക്ക് പ്രശ്നമായി, ദേവുവിന് പ്രശ്നം, ഇങ്ങനെ എല്ലാവർക്കും പ്രശ്നമായി. ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു വീക്ക്ലി ടാസ്ക് കഴിഞ്ഞ് നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്ത സമയത്ത് റിനോഷ് വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഗെയിം എന്ന് പറയുന്നത് ഒത്തിരി അധികം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്തു. ഈ ഗെയിം കാരണം ഒത്തിരി അധികം ആൾക്കാർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ കാര്യത്തിൽ ഐ ഹാവ് നോട്ട് ഗിവൺ അപ്പ് ഓൺ മൈ ട്രസ്റ്റ്. ലൈക്ക് ആൾക്കാർക്കെല്ലാം എന്നെ എപ്പോഴും ട്രസ്റ്റ് ഉണ്ട് എന്നുള്ള ഫാക്ടർ എനിക്കറിയാമെന്ന് റിനോഷ് പറഞ്ഞു. ദാറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ലൈൻ ടു സേ. പക്ഷേ ഐ ഫീൽ ലൈക്ക് ദിസ് ഷോ ഇസ് നോട്ട് അബൌട്ട് മോറൽ എത്തിക്സ് ഓർ അങ്ങനത്തെ ഒരു കാര്യങ്ങളല്ല. നമ്മുടെ മോറൽ എത്തിക്സ് നമുക്കുള്ളത് വളരെയധികം നല്ലതാണ്. പക്ഷേ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈ ഗെയിം ജയിക്കണമെങ്കിൽ നമ്മൾ മോറലി പോയി കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ആ വീക്ക്ലി ടാസ്കും കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെനീഷയുടെ ക്യാപ്റ്റൻസിയാണ്. ഈ കഴിഞ്ഞ വീക്കിലെ ഫസ്റ്റ് ലേഡി ക്യാപ്റ്റനായിരുന്നു റെനീഷയുടെ ക്യാപ്റ്റൻസിനെ പറ്റി ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യമാണ് അടിപൊളി ക്യാപ്റ്റനായിരുന്നുള്ളത്. ഞാൻ വീഡിയോ കണ്ട സമയത്തും എൻ്റെ ഫ്രണ്ട്സ് ബിഗ് ബോസ് ഫുൾ കണ്ട സമയത്താണ് ഞങ്ങൾക്ക് തോന്നി റെനീഷ വളരെ നല്ലൊരു ക്യാപ്റ്റനായിരുന്നു. ലൈക്ക് എല്ലാം ഓർഡറിൽ ചെയ്യുന്നു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. ലൈക്ക് 4 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത്, വെസൽ, ഹൗസ് ക്ലീനിങ്, കുക്കിംഗ് ആൻഡ് ബാത്റൂം. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റ്സിലും റെനീഷ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 4 ക്യാപ്റ്റൻസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് ഇഷ്യൂ വരുന്ന സമയത്തും റെനീഷ പോയിട്ട് അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ടുണ്ടെന്ന്. അത് തന്നെയാണ് ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ട കാര്യവും. ക്യാപ്റ്റൻ്റെ പാട്ടിന് പോയാൽ പോലെ ക്യാപ്റ്റൻ ഷുഡ് ബി ഫുള്ളി ഇൻവോൾവ് ഇൻ ദ ഗെയിം ഓർ ഫുള്ളി ഇൻവോൾവ് ഇൻ ദ ഹൗസ്. എല്ലാ കാര്യങ്ങളും ക്യാപ്റ്റൻ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ലച്ചുവിൻ്റെ ഇഷ്യൂ വന്ന സമയത്തും ഈ റെനീഷ തന്നെയാണ് നല്ല രീതിയിൽ മീഡിയേറ്ററായിട്ട്
നമ്മുടെ സാഗറിനോടും ജുനൈസിനോടും പോയി സംസാരിച്ചു, ഇഷ്യൂ എന്താ പറയുക സോർട്ട് ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല, ലച്ചു നിന്നില്ല, അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെനീഷയുടെ ക്യാപ്റ്റൻസി വാസ് റിയലി അടിപൊളി ദിസ് വീക്ക്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ വീക്ക് ഫുൾ ഹാപ്പനിങ്സ് ആയിരുന്നു. അതോടൊപ്പം നടന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നൊരു ഹാപ്പനിങ് ആയിരുന്നു. ഹനാൻ വന്നിട്ട് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ഒരാളായിരുന്നു ഹനാൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് ഒരാഴ്ച നിന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വീക്ക്ലി ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഹനാൻ പോയി. ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു ഹനാൻ അറിയാം എങ്ങനെ കളിക്കുന്നത്, വേറെ ആരെയും മൈൻഡാക്കാണ്ട് സ്വന്തം ഗെയിം നോക്കി കളിക്കുന്ന ഒരാളാണ്. പക്ഷേ ഐ ഫീൽ ലൈക്ക് കളി നമ്മുടെ ഇൻഡിവിജ്വൽ ഗെയിം മാത്രമല്ല, ആ വീട്ടിൽ നമുക്ക് ബോണ്ടിങ് ഉണ്ടാവണം, എന്നാൽ മാത്രം നമുക്ക് ആ വീട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 100 ദിവസം വി ഹാവ് ടു സർവൈവ് ദോസ് അതർ 18 പീപ്പിൾ. അപ്പോൾ നമുക്കൊരു ടൈപ്പ് ഓഫ് ബോണ്ട് ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ മനുഷ്യന്മാരാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. എത്ര നമ്മൾ സ്ട്രോങ് ആയി ഇൻഡിവിജ്വൽ പ്ലേയേഴ്സായി നിൽക്കാൻ നോക്കിയാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഓൾ ഓഫ് us ആർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് വി ഹാവ് ടു ഹാവ് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഹനാന് അസുഖം വന്ന് പുറത്താവേണ്ടി വന്നത്. ഐ ഹോപ്പ് ടു സീ ഹർ ബാക്ക് ഇൻ ദ ഷോ ബിക്കോസ് ഷീ വാസ് എ റിയലി ഗുഡ് പ്ലെയർ. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഗ് ബോസ് പ്ലെയർ തന്നെയായിരുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, ഈ എവിക്ഷൻ എപ്പിസോഡിൽ മോഹൻലാൽ ലാലേട്ടൻ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഗെയിം ഇനിയും മുറുകാൻ പോകുന്നതേ ഉള്ളൂ. ശോഭ ചോദിച്ചു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിട്ടാണ് എൻ്റെ ഏതെങ്കിലും ജെംസ് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ സമയത്ത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗിലും വീഴാൻ പാടില്ല. കാരണം ഈ ഗെയിം ഇനിയും മുറുകാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പം ജസ്റ്റ് 3 വീക്സ് ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്ന 100 ദിവസങ്ങൾ ഉണ്ട്, ഫുൾ 100 ദിവസങ്ങളുണ്ട്. ആ 100 ദിവസം ആകുമ്പോഴേക്കും ആരും എക്സോസ്റ്റഡ് ആയി പോകാൻ പാടില്ല. കാരണം അത്രയധികം കട്ടിയും അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഗെയിംസാണ് വരാൻ പോകുന്നതും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീറ്റീവായി നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിക്കുകയാണ്. കാരണം എനിക്കിനിപ്പോൾ ബിഗ് ബോസ് കാണാനുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നുണ്ട്. ബൈ.